നടന്നിരിക്കുകയാണ്. അജ്ഞാതരായ 4 ആക്രമികൾ ചേർന്ന് ഒരു 32-കാരനെ വെടിവെച്ചു കൊന്നു. എന്തായിരുന്നു ആ കൊലപാതകത്തിന് പിന്നിലെ കാരണം? ആരായിരുന്നു ആ 4 പേർ? ഡൽഹിയെ തന്നെ നടുക്കിയ 24-കാരനായ ഫൈസാന്റെ കൊലപാതകം നടക്കുന്നത്. ഫൈസാന്റെ കൊലപാതകത്തിൽ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രതി വീഡിയോ റെക്കോർഡ് ചെയ്ത് ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചതൊക്കെ അന്ന് വലിയ തരത്തിൽ ചർച്ചയായതുമാണ്. എന്നാൽ ഫൈസാൻ കൊല്ലപ്പെട്ട് മണിക്കൂറുകൾ പിന്നിടുമ്പോഴിതാ ഡൽഹിയിൽ വീണ്ടും ഒരു സമാന കൊലപാതകം കൂടി നടന്നിരിക്കുന്നു. വടക്ക് കിഴക്കൻ ഡൽഹിയിലെ ശാസ്ത്രി പാർക്ക് പ്രദേശത്ത് ശനിയാഴ്ച രാത്രിയാണ് അജ്ഞാതരായ 4 പേർ ചേർന്ന് 32 വയസ്സുള്ള സമീർ എന്ന പ്രോപ്പർട്ടി ഡീലറെ വെടിവെച്ചു കൊന്നത്. അതും റിപ്പബ്ലിക് ദിനത്തിന് മുന്നോടിയായി സംസ്ഥാനം അതീവ ജാഗ്രതയിലിരിക്കുന്ന ഒരു സമയം കൂടിയാണെന്ന് ഓർക്കണം. ഈ ഒരു സമയത്ത് പോലും പോലീസിന്റെ കണ്ണുവെട്ടിച്ച് ഇത്തരമൊരു കൊലപാതകം നടത്തിയവർ ഒരിക്കലും നിസ്സാരക്കാരായിരിക്കില്ല. 24 മണിക്കൂറിനുള്ളിൽ വടക്ക് കിഴക്കൻ ഡൽഹിയിൽ നടക്കുന്ന 2ാമത്തെ കൊലപാതകമാണിത്. സംഭവം നടക്കുന്നത് ഇങ്ങനെയാണ്. ശാസ്ത്രി പാർക്ക് പ്രദേശത്ത് തന്റെ കുടുംബത്തോടൊപ്പം താമസിച്ചിരുന്ന സമീർ ശനിയാഴ്ച രാത്രി 11:15 അത്താഴത്തിന് ശേഷം ഒന്ന് പുറത്തേക്ക് നടക്കാൻ പോയി. വീട്ടിൽ നിന്ന് അല്പം അകലെയുള്ള ബിഹാരി ചൌക്കിലെത്തിയപ്പോൾ സമീറിന് ഒരു ഫോൺ കോൾ വരുന്നു. സമീറിന്റെ ശ്രദ്ധ ഫോൺ കോളിലേക്ക് പോയ ആ നിമിഷ നേരത്തിനുള്ളിൽ തന്നെ കൊലപാതകി സംഘം സമീറിന് ചുറ്റും വളഞ്ഞു കഴിഞ്ഞു. എന്താണ് തനിക്ക് ചുറ്റും സംഭവിക്കുന്നതെന്ന് സമീറിന് മനസ്സിലാകും മുൻപ് തന്നെ സംഘം സമീറിന്റെ നെറ്റിയിലേക്ക് വെടിയുതിർത്തു. സമീറിന്റെ പുറകിലും വയറിലും അടക്കം വെടിയുതിർത്ത സംഘം സംഭവ സ്ഥലത്തു നിന്നും പിന്നെ എങ്ങോട്ടോ ഓടി രക്ഷപ്പെട്ടു. ബുലന്ദ് മസ്ജിദ് പ്രദേശത്തെ വീട്ടിൽ നിന്ന് ഏതാനും ചുവടുകൾ മാത്രം അകലെയാണ് ഈ സംഭവം നടക്കുന്നതെന്ന് ഓർക്കണം. അതായത് അക്രമി സംഘം ദിവസങ്ങളോളം സമീറിനെ പിന്തുടർന്ന് പ്ലാൻ ചെയ്ത് നടത്തിയ ഒരു കൊലപാതകമാണിതെന്നത് തീർച്ചയാണ്. സംഭവം നടന്ന ഉടൻ തന്നെ വെടിയൊച്ച കേട്ടെത്തിയ പ്രദേശവാസികൾ സമീറിന്റെ കുടുംബത്തെ വിവരം അറിയിച്ചു. തുടർന്ന് അവർ പോലീസിനെ വിളിച്ച് ജഗ്പ്രവേശൻ ചന്ദ്ര ആശുപത്രിയിലേക്ക് സമീറിനെ എത്തിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ പ്രദേശത്ത് വർദ്ധിച്ചു വരുന്ന കുറ്റകൃത്യങ്ങളിൽ സമീറിന് ആശങ്കയുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം പ്രദേശത്തെ യുവാക്കൾക്കിടയിൽ അവബോധം വളർത്തുന്നതിനും അവരെ കുറ്റകൃത്യങ്ങളിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതിനുമായി ഒരു കമ്മിറ്റി രൂപീകരിക്കണമെന്ന ആവശ്യമൊക്കെ സമീർ മുന്നോട്ട് വെച്ചിരുന്നു. ശനിയാഴ്ച അദ്ദേഹം ഇതിനെപ്പറ്റി നിരവധി ആളുകളുമായി സംസാരിക്കുകയും ചെയ്തു. ഞങ്ങൾക്ക് നീതി വേണമെന്നായിരുന്നു സമീർ അന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടത്. ഒരുപക്ഷെ ആ പ്രദേശത്ത് നടക്കുന്ന പല ദുരൂഹമായ കാര്യങ്ങളെപ്പറ്റിയും സമീറിന് അറിവുണ്ടായിരിക്കാം. അതാകാം ഈ കൊലപാതകത്തിന് പിന്നിൽ. അതുമല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം മരിച്ച ഫൈസാന്റെയും സമീറിന്റെയും അടക്കം കൊലപാതകങ്ങൾ തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകാം. കാരണം ഇരുവരും കൊലപ്പെടുത്തിയ രീതികൾ വളരെയധികം സമാനതകളുള്ളതാണ്. എന്തായാലും പോലീസ് എത്രയും പെട്ടെന്ന് പ്രതികളിലേക്ക് എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. റായ്ചൂരിൽ ഒരു യുവ ഡോക്ടറെ കൊലപ്പെടുത്തിയത് വളരെ നിസ്സാര കാരണത്തിനാണ്.
പിറന്നാൾ പാർട്ടിയുടെ പേര് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് പുറത്തിറക്കിയായിരുന്നു ആ കൊലപാതകം. റായ്ചൂർ നഗരത്തിലെ ജാഹിറാബാദ് പ്രദേശത്തെ മാവിനാക്കരയ്ക്ക് സമീപം അർദ്ധരാത്രിയോടെയാണ് ഈ കൊലപാതകം നടക്കുന്നത്. ജാഹിറാബാദ് പ്രദേശത്തെ ഓട്ടോ ഡ്രൈവറും താമസക്കാരനുമായ 22-കാരനായ വിശാലാണ് മരിച്ചത്. വിശാലിനെ കൊന്നതാകട്ടെ വളരെ നിസ്സാരമായ ഒരു കാരണത്തിനാണ്. വിശാലിന് 2 സുഹൃത്തുക്കൾ ഉണ്ടായിരുന്നു, ബസവരാജും രാജുവും. ഇവർ ഇരുവരും ചേർന്ന് വിശാലിന്റെ മറ്റൊരു സുഹൃത്ത് സുനിലിനെ അധിക്ഷേപിക്കുന്നു. അന്നേ ദിവസം വൈകുന്നേരത്തോടെ വിശാൽ ഈ സംഭവമൊക്കെ അറിയുകയാണ്. തന്റെ സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ സംഭവത്തെപ്പറ്റി ഇരുവരോടും ചോദിക്കാൻ വിശാൽ തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ വിശാൽ ബസവരാജുവിനോടും രാജുവിനോടും ഇക്കാര്യം ചോദിച്ചത് അവർക്കത്ര ഇഷ്ടമായില്ല. ഇതിൽ പ്രകോപിതരായ രാജുവും ബസവരാജുവും ചേർന്ന് വിശാലിനെ കൊന്നുകളയാൻ തീരുമാനിച്ചു. അതിനിരുവരും കണ്ടെത്തിയ മാർഗമാണ് അതിലേറെ ഞെട്ടിക്കുന്നത്. വീട്ടിൽ നിന്നും വിശാലിനെ പുറത്തിറക്കാനായി ഇരുവരും ചേർന്ന് പിറന്നാൾ പാർട്ടിയുടെ പേര് പറഞ്ഞ് അയാളെ ഫോൺ വിളിച്ചു. വിളിക്കുന്നത് ഉറ്റ സുഹൃത്തുക്കളായതുകൊണ്ട് തന്നെ മറുത്തൊന്നും ചിന്തിക്കാതെ ആ മനുഷ്യൻ അവർക്കൊപ്പം പോവുകയും ചെയ്തു. എന്നാൽ ഈ കൂടിക്കാഴ്ചയ്ക്കിടെ സുനിലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ വീണ്ടും തർക്കമുണ്ടായി. ഇതിൽ മൂവരും തമ്മിലുള്ള ചൂടേറിയ സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ആ തക്കം നോക്കി ഈ സുഹൃത്തുക്കൾ ഇരുവരും ചേർന്ന് വിശാലിനെ കത്തികൊണ്ട് അതിക്രൂരമായി കുത്തിക്കൊലപ്പെടുത്തി. ഇത്ര കാലവും വിശ്വസിച്ച് കൂടെ നിന്ന സുഹൃത്തുക്കളുടെ കൈകൊണ്ട് തന്നെ അതിക്രൂരമായി വിശാൽ എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടു. കൊലപാതകത്തെക്കുറിച്ച് വിശാലിന്റെ സഹോദരിയായ മേഘ പറഞ്ഞത് ഇങ്ങനെയാണ്. ಮನೆ ಕಡೆ ಇದ್ದು ಅವನ್ನ ಫೋನ್ ಮಾಡಿ ಕರ್ಕೊಂಡು ಹೋಗ್ಯಾರ. ಅವ್ನು ಏನ್ ಕರ್ಕೊಂಡು ಹೋಗ್ಯಾನ, ಫೋಟೋ ಗೀಟೋ ಎಲ್ಲ ಐತೆ. ಅವನ್ನ ಕರೆಸಿ ಎಲ್ಲ ವಿಚಾರ ಮಾಡಬೇಕು, ಏನೇನು ಮಾಡ್ಯಾರ ಏನೇನಿಲ್ಲ ಅಂತ. ನಮ್ಮ ತಮ್ಮನ ಕೊಲ್ಲಿದವ್ರನ್ನ ಮಾತ್ರ ಬಿಡಂಗಿಲ್ಲ. ಅವರಿಬ್ಬರು ಬಂದು ಸರೆಂಡರ್ ಆಗ್ಯಾರಂತ. ನ್ಯಾಯ ಕೊಡತನ ನಾವು ಬಿಡಂಗಿಲ್ಲ. ಇಲ್ಲ ನ್ಯಾಯ ಏನು ಸಿಕ್ಕಂಗಿಲ್ಲ ಅಂದ್ರೆ ನಾನು ಆಸಿಡ್ ಹಾಕೊಂಡು ಏನನ್ನ ಹಾಕೊಂಡು ಪೆಟ್ರೋಲ್ ಹಾಕೊಂಡು ಸತ್ತೋಗ್ಬಿಡ್ತೀನಿ. ನನಗೆ ಬೇಕಿದ್ರೆ ನ್ಯಾಯ ಬೇಕು ನಮ್ಗೆ. ഇങ്ങനെയാണ് സഹോദരി പറയുന്നത്. സഹോദരി പറയുന്നതനുസരിച്ച് വീട്ടിൽ അത്താഴം കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് വിശാലിന് സുഹൃത്തുക്കളുടെ ഫോൺ കോൾ വരുന്നത്. പിന്നീട് വീട്ടിൽ നിന്ന് പോയ വിശാലിനെ രാത്രി 11 മണിവരെ ഫോണിൽ ബന്ധപ്പെടാൻ സാധിച്ചിരുന്നു. പിന്നീട് വിളിച്ചപ്പോൾ വിശാലിന്റെ ഫോൺ സ്വിച്ച്ഡ് ഓഫ് ആയിരുന്നു. പിന്നീട് എന്താണ് സംഭവിച്ചതെന്ന് അവൻ തിരിച്ചു വരാനായി ഉറക്കമിളിച്ച് കാത്തിരുന്ന ആ വീട്ടുകാർക്കും വ്യക്തമായി അറിയില്ല. സംഭവത്തെക്കുറിച്ച് ജില്ലാ പോലീസ് സൂപ്രണ്ട് പറയുന്നത് ഇങ്ങനെയാണ്. പുലർച്ചെ 1 മണിയോടെയാണ് വിശാലിനെ ഇരുവരും ചേർന്ന് കൊലപ്പെടുത്തുന്നത്. 3 സുഹൃത്തുക്കളും തമ്മിൽ ആദ്യം വാക്ക് തർക്കമുണ്ടായി. അത് പിന്നീട് അക്രമത്തിലേക്ക് നീങ്ങി. തർക്കങ്ങൾക്കൊക്കെ ഒടുവിൽ വിശാലിനെ അവർ കൊലപ്പെടുത്തി. ಇವತ್ತು 24 ಜನವರಿ 2026 ಮುಂಜಾನೆ ಸುಮಾರು 12 ಗಂಟೆಗೆ ನಮಗೆ ಪೊಲೀಸ್ ಇಲಾಖೆಗೆ ಮಾಹಿತಿ ಬರುತ್ತೆ ಕಿ ಒಬ್ಬರು ಮರ್ಡರ್ ಆಗಿದೆ ಅಂತ. ಅಲ್ಲಿ ನಮ್ಮ DSP ಅವರು ಮತ್ತೆ ಸಬ್ ಇನ್ಸ್ಪೆಕ್ಟರ್ಸ್ ಇಂದ ಹೋಗಿ ಸ್ಪಾಟ್ ಮಾಡಿದಾಗ ಒಬ್ಬರು ಶ್ರೀ ವಿಶಾಲ್ ಅವರು ತೀರ್ಕೊಂಡಿರ್ತಾರೆ. ಆ್ಯಂಡ್ ಅಲ್ಲೇ ನಮ್ಮ ಎಲ್ಲ ಪೊಲೀಸ್ ಅಧಿಕಾರಿಯವರು ಗಸ್ತಲ್ಲಿರುವಾಗ ಇಬ್ಬರು ಆರೋಪಿಗಳು ಶ್ರೀ ರಾಜು ಮತ್ತು ಶ್ರೀ ಬಸವರಾಜು ಅವರನ್ನ ವಶಕ್ಕೆ ತೆಗೆದುಕೊಂಡು ಅವರನ್ನು ವಿಚಾರ ಮಾಡಿದಾಗ ಅವರು ಮರ್ಡರ್ ಮಾಡಿದ್ದಾರೆ ಅಂತ ಒಪ್ಕೊಂಡಿರ್ತಾರೆ. ಈ ಘಟನೆಯ ನಂತರ ನಾವು ಆರೋಪಿಗಳನ್ನ ಮತ್ತೆ ಹೆಚ್ಚುವರಿಯಾಗಿ ವಿಚಾರಣೆ ಮಾಡಿದಾಗ ಇವರು ಈ ಹಿಂದೆ ಮಿಸ್ಟರ್ ರಾಜು ಅವರು ಮಿಸ್ಟರ್ ವಿಶಾಲ್ ಅವರ ಹತ್ರ ಬೈಕ್ ಕೇಳಿರ್ತಾರೆ. ಬೈಕ್ ಅದೇನೋ ಕೊಟ್ಟಿರಲ್ಲ. ಅದಾದಮೇಲೆ ಅವರು ಫ್ರೆಂಡ್ ಯಾರೋ ಸುನೀಲ್ ಅಂತ ಇದ್ದಾರೆ, ವಿಶಾಲ್ ಫ್ರೆಂಡ್, ಅವ್ರಿಗೆ ಕೂಡ ಬೈದಿರ್ತಾರೆ. ಸೊ ಅದ್ರ ಬಗ್ಗೆನೂ ಸ್ವಲ್ಪ ಅವರು ಇಬ್ಬರು ಮಧ್ಯದಲ್ಲಿ ಜಗಳ ಇರುತ್ತೆ. ರಾಜು ಮತ್ತೆ ಹೇಳಿರ್ತಾರೆ ವಿಶಾಲ್ಗೆ, ನಾವೆಲ್ಲ ಮಾವಿನಕೆರೆ ಕಡೆ ಕೂತಿರ್ತೀವಿ, ನೀವು ಯಾವಾಗ ಬಾ ಅಂತ. ഏതായാലും സ്വന്തം സുഹൃത്തിനെ ഇത്ര നിസ്സാര കാരണത്തിന് അതിക്രൂരമായി കൊലപ്പെടുത്തിയ ആ 2 സുഹൃത്തുക്കളും അധികം വൈകാതെ തന്നെ പോലീസ് പിടിയിലായി. സംഭവവുമായി ബന്ധപ്പെട്ടുള്ള മറ്റന്വേഷണങ്ങൾ ഇപ്പോഴും തുടരുകയാണ്.
ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. NSS SNDP ഐക്യത്തിൽ നിന്ന് പിൻവാങ്ങി. NSS ഐക്യം പ്രായോഗികമല്ല എന്ന് NSS വിശദീകരിക്കുന്നു. പെരുന്നയിൽ ചേർന്ന NSSന്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് നിർണായകമായ തീരുമാനം എടുത്തിട്ടുള്ളത്. ഇപ്പോൾ NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് കനത്ത തിരിച്ചടി എന്ന് തന്നെ പറയാം. NSSും SNDPയും കൈകോർക്കുക എന്ന തീരുമാനത്തിലേക്ക് SNDPയും NSSും എത്തിപ്പെട്ടിരുന്നു. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും തമ്മിൽ അത് സംബന്ധിച്ച അനൌദ്യോഗികമായ കൂടി ചർച്ചകൾ നടന്നിരുന്നു. എന്നാൽ ഇപ്പോഴിതാ ആ ഐക്യം തകരുന്ന സാഹചര്യമാണ് ഉള്ളത്. ഐക്യം പ്രായോഗികമല്ല എന്നതാണ് NSSന്റെ വിലയിരുത്തൽ. ഡയറക്ടർ ബോർഡിൽ ആണ് ഇത് സംബന്ധിച്ച തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അങ്ങനെ ഐക്യത്തിൽ നിന്ന് NSS പിന്മാറുകയാണ്. ഒരിക്കൽ ഐക്യത്തിലെത്തുകയും പിന്നീട് ഇരു സംഘടനകളും രണ്ടായി പിരിയുകയും ചെയ്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. ഇപ്പോഴിതാ മറ്റൊരു തനിയാവർത്തനത്തിലേക്ക് പോകുന്ന സാഹചര്യം. ഇപ്പോൾ ഐക്യം വേണ്ടതില്ല, അതിന് പറ്റുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമല്ല എന്ന നിരീക്ഷണത്തിലേക്ക് NSS എത്തുന്നു. അങ്ങനെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് SNDPയും NSSും കൈകോർക്കുമ്പോൾ അത് രാഷ്ട്രീയമായി പ്രതിഫലിക്കും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലെന്ന് പൊതുവെ വിലയിരുത്തപ്പെട്ടിരുന്ന സാഹചര്യമുണ്ടായിരുന്നു. അതിനിടയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന് പത്മ പുരസ്കാരം അടക്കം ലഭിച്ച പശ്ചാത്തലം കൂടി. അപ്പോൾ പോലും സമൂഹ മാധ്യമങ്ങളിൽ വലിയ തോതിൽ NSSും SNDPയുമായി ബന്ധപ്പെട്ട കമന്റുകൾ ഉണ്ടായിരുന്നു, ട്രോളുകൾ ഉണ്ടായിരുന്നു. ഐക്യപ്പെടാൻ പോകുന്ന സാഹചര്യത്തിലടക്കം ഇപ്പോഴിതാ NSSന്റെ തീരുമാനം എന്നത് അങ്ങനെ ഒരു ഐക്യ നീക്കവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്ന് തന്നെയാണ്. NSSും SNDPയും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യമില്ല എന്ന് ഡയറക്ടർ ബോർഡ് യോഗത്തിലെ തീരുമാനം ഉണ്ടാകുന്ന പശ്ചാത്തലം. കിരൺ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. കിരൺ, വലിയ തോതിൽ ചർച്ചയായ ഒന്ന്, പ്രത്യേകിച്ച് രാഷ്ട്രീയ മാനങ്ങൾ കൂടിയുള്ള ഒരു ഒരുമിക്കൽ ആകുമായിരുന്നു രണ്ട് മതസംഘടനകളുടെ, ജാതി സംഘടനകളുടെ ഒരുമിച്ച് പോക്ക് എന്നത്. അതിപ്പോൾ തകരുന്ന സാഹചര്യമാണ്. അതൊരു തുടക്കത്തിൽ തന്നെ ഈ ഐക്യ നീക്കത്തിന് തിരിച്ചടിയുണ്ടായിരിക്കുന്നു. കിരൺ, അഭിലാഷ്, അത് തന്നെയാണ്. മധുവിധുവിന് മുമ്പേ തന്നെ ഡൈവേഴ്സ് ആയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ തരത്തിൽ തന്നെയാണ് തീരുമാനം ഉണ്ടായിരിക്കുന്നത്. ഇതിൽ പ്രധാനമായും 3 തീരുമാനങ്ങളാണുള്ളത്. ഒന്ന്, രാഷ്ട്രീയം കാണാവുന്നത് 3 വിഷയങ്ങളാണ്. ഒന്ന് എന്ന് പറയുന്നത് ഇന്ന് വന്ന NSSന്റെ തീരുമാനമാണ്. NSS SNDP ഐക്യം വേണ്ട എന്നുള്ള തീരുമാനമാണ്. അതിനെ സംബന്ധിച്ച NSS ഡയറക്ടർ ബോർഡിന്റെ ഭാര്യയോടുള്ള സംശയം ഒടുവിൽ കലാശിച്ചത് കൊലപാതകത്തിലാണ്. കൊന്നതാകട്ടെ അതിക്രൂരമായി. സംഭവം നടന്നത് ഇവിടെയല്ല, ലോസ് ആഞ്ചൽസിലാണ്. പുലർച്ചെ 4 മണിയോടെ ലോസ് ആഞ്ചൽസിലെ പോലീസ് സ്റ്റേഷനിലേക്ക് 45-കാരനായ ആൻഡ്രൂ ജിമനസ് എന്ന ഒരാളെത്തി. ഭാര്യയുടെ ക്ഷേമം അന്വേഷിക്കാനാണ് താൻ എത്തിയതെന്നായിരുന്നു അയാൾ പോലീസിനോട് പറഞ്ഞത്. അയാളുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പോലീസ് ആൻഡ്രൂ ജിമനസിന്റെ വീട്ടിലെത്തിയ പോലീസ് കണ്ടത് ഞെട്ടിക്കുന്ന കാഴ്ചയായിരുന്നു. നിലത്ത് രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ആൻഡ്രുവിന്റെ ഭാര്യ മൈറ ജിമനസിനെ കണ്ട് പോലീസുകാർ പോലും ഞെട്ടിപ്പോയി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കോടാലി ഉപയോഗിച്ച് ആൻഡ്രു തന്നെയാണ് ഭാര്യയെ കൊലപ്പെടുത്തിയതെന്ന നടുക്കുന്ന വിവരമാണ് പോലീസിന് ലഭിച്ചത്. ഒരു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥൻ കൂടിയാണ് കൊലപാതകിയായ ഈ ആൻഡ്രു ജിമനസ്. എന്തിനായിരിക്കും ആൻഡ്രു തന്റെ ഭാര്യയെ ഇത്ര ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക? അവർക്കിരുവർക്കും ഇടയിലുണ്ടായ പ്രശ്നം എന്തായിരുന്നു? കേൾക്കുന്നത് പോലെ സംശയം തന്നെയായിരുന്നു
ഇവിടുത്തെയും വില്ലൻ. മൈറയ്ക്ക് മറ്റൊരു ബന്ധമുണ്ടെന്ന് ആൻഡ്രൂ സംശയിച്ചിരുന്നു. ഒരിക്കൽ മൈറയുടെ ഡയറി ഭർത്താവായ ആൻഡ്രൂ വായിക്കാനിടയായി. ആ ഡയറി കൂടി വായിക്കാനിടയായതോടെ മൈറയ്ക്ക് മേൽ ആൻഡ്രൂവിനുണ്ടായ സംശയം വർദ്ധിച്ചു. ഒടുക്കം ആ സംശയം കലാശിച്ചതാകട്ടെ കൊലപാതകത്തിലും. കൊല്ലപ്പെട്ട മൈറ ജിമനസ് വിൽഷെയർ പാർക്ക് എലിമെന്ററി സ്കൂളിലെ അധ്യാപികയായിരുന്നു. തങ്ങൾക്ക് അവർ വെറുമൊരു അധ്യാപികയല്ലായിരുന്നു, ഈ സ്കൂളിലേക്കും വെച്ച് ഏറ്റവും നല്ല അധ്യാപികയായിരുന്നു എന്നാണ് മൈറയുടെ വിദ്യാർത്ഥികൾ പറയുന്നത്. മൈറയുടെ വിയോഗത്തിൽ സ്കൂൾ അധികൃതരും സുഹൃത്തുക്കളും ഒക്കെ അനുശോചനം രേഖപ്പെടുത്തി. 26 വർഷം മുതൽ ജീവപര്യന്തം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് ആൻഡ്രൂവിനെതിരെ ചുമത്തിയിരിക്കുന്നത്. നിലവിൽ ഇയാൾ ജയിലിലാണുള്ളത്. അവർ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.